ഇന്ന് ഏപ്രിൽ 23 ചണ്ഡീഗഡിൽ ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടൽ ടർക്കോയ്സ് നിന്നും ഒരു 9:30 ഞങ്ങൾ പുറപ്പെട്ടു. ഒരു ഓൺലൈൻ ടാക്സിയിലാണ് പോയത്. അവിടെ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ ഉണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഞങ്ങളവിടെ എത്തി. നേരെ പാഴ്സൽ ഓഫീസിലേക്ക് പോയി അന്വേഷിച്ചു. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ വിളിച്ച് പറഞ്ഞു വണ്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ വണ്ടി എത്തിയിരിക്കുകയാണ്. ഇനി നമ്മുടെ വണ്ടി അൺപാക്ക് ചെയ്യണം. കെട്ടി വെച്ചിരിക്കുന്ന കവറും പ്ലാസ്റ്റിക് ചാക്കും സാധനങ്ങളൊക്കെ അഴിച്ചു മാറ്റണം. ഒരു ചേട്ടൻ നമ്മളെ സഹായിക്കുകയാണ്. അയാൾക്ക് അതിന് പൈസ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പെട്രോൾ നിറയ്ക്കണം. വണ്ടി കൈ കിട്ടുമ്പോൾ നമ്മുടെ നമ്പർ പ്ലേറ്റൊക്കെ ഇളകി വന്നായിരുന്നു കേട്ടോ. നമ്പർ പ്ലേറ്റ് ഇളകി വന്നു. അതുപോലെ ബ്രേക്ക് ചവിട്ടുന്ന ആ ഭാഗത്തൊരു ബുഷ് ഉണ്ടായിരുന്നു, അതൊക്കെ ഇളകി പോയായിരുന്നു. അതൊക്കെ സംഭവിക്കും. അവിടുന്ന് തന്നെ പെട്രോൾ നിറച്ചു. കാരണം ഈ വണ്ടി പാഴ്സൽ ചെയ്യാൻ കൊണ്ടുപോകുന്ന ആളുകൾ വണ്ടി പെട്രോൾ ഡ്രെയിൻ ചെയ്യുമ്പോൾ ആ പെട്രോൾ അവർ തന്നെ എടുത്ത് വയ്ക്കും. അവരോട് ചോദിച്ചു. അപ്പോൾ 1 ലിറ്റർ പെട്രോളിന് 150 രൂപ. അങ്ങനെ അവിടെ നിന്ന് 1 ലിറ്റർ പെട്രോൾ അവിടെ നിന്ന് തന്നെ നിറച്ചിട്ടാണ് ഞങ്ങൾ നേരെ വണ്ടിയുമായിട്ട് നേരെ നമ്മുടെ താമസിക്കുന്ന ഹോട്ടലിലെത്തി. അപ്പോൾ ബാഗൊക്കെ കെട്ടി വയ്ക്കുകയാണ് നമ്മൾ. അപ്പോൾ വണ്ടി കൈ കിട്ടുമ്പോൾ നമ്പർ പ്ലേറ്റ്, പുറകിലത്തെ നമ്പർ പ്ലേറ്റ് ഇളകി മാറിപ്പോയായിരുന്നു. അപ്പോൾ അത് തിരിച്ച് ഫിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പോലീസ് പിടിക്കും. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വർക്ക്ഷോപ്പിലെത്തി. അപ്പോൾ അവിടെ കാണിച്ചു നമ്പർ പ്ലേറ്റ് ഫിറ്റ് ചെയ്യണം, അതുപോലെ മൊബൈൽ സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യണം. ഏകദേശം 12 മണിക്ക് നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടു. ഇനി നമുക്ക് പോകേണ്ടത് അമൃത്സറിലേക്കാണ്. ഏകദേശം 230 കിലോമീറ്ററാണ് ചണ്ഡീഗഡിൽ നിന്ന് അമൃത്സറിലേക്ക് കാണിക്കുന്നത്. പക്ഷേ അത്രയും ദൂരം നമ്മൾ ഇന്ന് ഓടിയെത്തുമെന്ന് സംശയമാണ്. ചണ്ഡീഗഡിൽ നിന്ന് അമൃത്സറിലേക്കുള്ള റോഡിനെ പറ്റി പറയേണ്ട കാര്യമില്ല. നല്ല ഉഗ്രൻ റോഡാണ്. 6 വരി ഹൈവേ ആണ്. പിന്നെ സർവീസ് റോഡ് വേറെയുണ്ട്. ഇവിടെ ഭക്ഷണത്തിന് നല്ല വിലയാണ്. അത്യാവശ്യം നല്ല ഹോട്ടലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിന് ഭയങ്കര റേറ്റാണ്. പക്ഷേ ഓൺ ദ റോഡ് നമ്മുടെ റോഡ് സൈഡിൽ ധാബകളുണ്ടാവും. എല്ലാ ധാബകളും നല്ലതല്ല, ചില ധാബകളൊക്കെ നല്ലതാണ്. അവിടെ റീസണബിൾ റേറ്റിൽ നമുക്ക് ഫുഡ് കിട്ടും.
ഇപ്പോൾ മണി 7 ആവുന്നു. ഇവിടെ സൺസെറ്റ് ആവുന്നേ ഉള്ളൂ. മനോഹരമായൊരു കാഴ്ചയാണ്. ചണ്ഡീഗഡിൽ നിന്ന് ഒരു 12 മണിക്ക് പുറപ്പെട്ട നമ്മൾ ഏകദേശം 170 കിലോമീറ്ററോളം ഓടി ജലന്ധർ നഗരത്തിനടുത്തുള്ള കറാലി എന്ന ചെറിയൊരു ടൗണിലെത്തി. അപ്പോൾ ഈ റോഡ് സൈഡിൽ സബ്വേ എന്നും പറഞ്ഞൊരു കഫറ്റേരിയ കാണാൻ പറ്റും. നമ്മൾ ഈ ഹോട്ടലിനോട് ചേർന്നുള്ള ഈ കഫറ്റേരിയയിലെത്തി. അവിടെ ഒരു വെജിറ്റബിൾ റോൾ വാങ്ങി. ഒരെണ്ണമായി 300 രൂപയാണ് അതിൻ്റെ വില. ഇതാണ് ഇന്ന് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ. ഹോട്ടൽ പാംസ് ഇൻ എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. നല്ല വൃത്തിയുള്ള ഹോട്ടലാണ്.